ഹലോ നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കവൻട്രിയിലാണ്, ബർമിംഗ്ഹാമിൻ്റെ അടുത്തായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇവിടുത്തെ കവൻട്രി ട്രാൻസ്പോർട്ട് മ്യൂസിയത്തിലാണ് ഇന്ന്. ഞാൻ ഫോൺ കൊണ്ട് റെക്കോർഡ് ചെയ്യാനൊന്നും പ്ലാൻ ഉണ്ടായിരുന്നില്ല. ബാക്കി കാണുന്നതാണ് ലോകയുദ്ധ സമയത്ത് പ്രൊഡക്ഷനിലുണ്ടായിരുന്ന കാർസ്. പിന്നെ നമുക്ക് ബൈക്കുകളുണ്ട് ഇവിടെ, ചിലത് സ്കൂട്ടേഴ്സ് ഉണ്ട്, സൈക്കിൾസ് ഉണ്ട്, ഇതെല്ലാം കാണാൻ പറ്റും. സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങളുടെ എൻട്രി ഏകദേശം 11 പൗണ്ടായിരിക്കും. കവൻട്രി താമസിക്കുന്ന ആൾക്കാർക്ക് എൻട്രി ഫ്രീ ആണ്. പുറത്തുനിന്ന് വരുന്ന ആൾക്കാരാണെങ്കിൽ ഐ തിങ്ക് അറൗണ്ട് 30 പൗണ്ടാണ് ഒരാൾക്കുള്ള എൻട്രി ഫീ. അപ്പോൾ എല്ലാവരും ഈ സ്ഥലം ഇവിടെ കവൻട്രി വരെയാണ്. വണ്ടികൾ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും വരണം. നമുക്ക് ഇവിടെ കുറച്ച് 100 വർഷം വരെ പഴക്കമുള്ള മോട്ടോർ സൈക്കിൾസ് കാണാൻ പറ്റും. റിവേര ലീ ഫ്രാൻസിസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ആണ് ലീ ഫ്രാൻസിസ് എന്ന് പറഞ്ഞിട്ട്. അന്നൊക്കെ ഇതൊരു 350cc ബൈക്കായിരുന്നു. എന്നിട്ട് ഏറ്റവും കൂടുതൽ ഒരു 60 മൈൽസ്, വിച്ച് മീൻസ് ഒരു 100 കിലോമീറ്റർ വരെയൊക്കെ പോകുന്നുണ്ടായിരുന്നുള്ളൂ ഈ ബൈക്കുകൾ. ഈ മുന്നിൽ കാണുന്ന മോട്ടോർ സൈക്കിൾ കവൻട്രി തന്നെ പ്രൊഡക്ഷൻ ഉണ്ടായതാണ് ഒരു 100 വർഷം മുമ്പ്. 650cc ഉണ്ട്, പക്ഷേ മാക്സിമം സ്പീഡ് എന്നൊക്കെ പറയുന്നത് ഒരു 50 മൈലായിരുന്നു. പിന്നെ നമുക്കിവിടെ ഒരു സ്വിഫ്റ്റ് കാണാണ്ട്, ഒരു സ്റ്റാൻഡേർഡിൻ്റെ വണ്ടിയും കാണാണ്ട്, അതിൻ്റെ പുറകെ കാണുന്ന തടിയുടെ ആ സ്ട്രക്ചറില്ല, അതാണ് ശരിക്കും ആ വണ്ടിയുടെ ഷാസി. പിന്നെ നമുക്ക് പുറകെ ഒരു റോവർ കാണാണ്ട്, ഒരു ക്യാബ്രിയോളെ കാണാണ്ട്. ഈ വണ്ടിയുടെ പേരാണ് ആൽബട്രോസ്. ഇതൊക്കെ പണ്ട് നമ്മുടെ ഈ നാട്ടിലൊക്കെ വന്നിരുന്ന വണ്ടികൾ എന്നൊക്കെ പറഞ്ഞത് കൂടുതലും ഇങ്ങനത്തെ വണ്ടികളാണ്. പിന്നെ ഓസ്റ്റിൻ 6 എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്, ഇതൊക്കെ ഒരു വേൾഡ് വാർ, പിന്നെ നമ്മുടെ ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയൊക്കെ വന്ന സമയത്ത് ഉണ്ടായിരുന്ന കമ്പനീസാണ്. അതാണ് ഇങ്ങനത്തെ വണ്ടികൾ നമുക്ക് എവിടേക്കോ കണ്ടൊരു പരിചയമുള്ളത്. ഇതിൽ കുറേ വണ്ടികൾ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും. സൈഡിൽ ഗ്ലാസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ വണ്ടിയാണെങ്കിലും അപ്പോൾ അന്നൊക്കെ ആൾക്കാർ മര്യാദയ്ക്ക് ഹെൽമെറ്റും മുഖത്ത് വലിയ ഗോഗിൾസ് പോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടായിരുന്നു ഈ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ, അതൊക്കെ ഓപ്പൺ ആയിട്ടുള്ള വണ്ടികളാണ്, അതൊക്കെ ഓടിക്കാനായിട്ട്. ഈ പുറകെ കാണുന്ന ലീ ഫ്രാൻസിസ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ വണ്ടിയാണ്. ഈ വണ്ടിയുടെ എൻജിനാണ് ഇവിടെ കാണുന്നത്. ഇത് കവൻട്രി തന്നെ ഉണ്ടാക്കിയൊരു വണ്ടിയാണ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. എൻ്റെ പുറകിലുള്ള വണ്ടികൾ നിങ്ങൾ പിന്നെയും കണ്ടിട്ടുണ്ടാവും. ഇതൊരു റോവർ, പിന്നെ ഒരു ഓസ്റ്റിൻ ഉണ്ട്, ഒരു സിംഗറിൻ്റെ വണ്ടിയൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് തുടക്കത്തിലൊരു ഓസ്റ്റിൻ 5, 6, 7 എന്നൊക്കെ പറയുന്ന വണ്ടികൾ ഇഷ്ടംപോലെ ഇവിടെ UK ക്ലാസിക് കാർ കളക്ടേഴ്സൊക്കെ മേടിച്ച് വെച്ചിരിക്കുന്ന ഒരു വണ്ടിയാണ്. അത്രയും കോമൺ ആയിട്ട് പണ്ട് ഓടിച്ചുകൊണ്ടിരുന്ന ഒരു സാധനമാണ്. പിന്നെ ഇത് നമുക്ക് പഴയ ട്രയംഫിൻ്റെ ഒക്കെ കാണാറുണ്ട്. ഒമേഗ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡുണ്ട്. 1928, 24 ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന വണ്ടികളാണ്. ഇപ്പം ഞാൻ കാണിച്ച എല്ലാ വണ്ടികളില്ലേ, അതൊക്കെ ആദ്യത്തെ ലോകയുദ്ധത്തിൽ ഉണ്ടാക്കിയ വണ്ടികളായിരുന്നു. പിന്നെ കവൻട്രി വണ്ടി ഉണ്ടാക്കാൻ പേര് കേട്ട ഒരു സ്ഥലമാണ്. ഈ ലോകയുദ്ധത്തിൻ്റെ സമയത്ത് കുറേ ഈ വണ്ടിയുടെ പ്രൊഡക്ഷനൊക്കെ കുറഞ്ഞു പോയിട്ട് യുദ്ധം കഴിഞ്ഞിട്ട് ഇവർ രണ്ടാമത് തുടങ്ങി. അപ്പോൾ ഫുൾ പവറിൽ തുടങ്ങി, പക്ഷേ അവർക്ക് ഇത്തിരി ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. കുറേ നാൾ വണ്ടി ഉണ്ടാക്കാണ്ട് കുറേ വ്യത്യാസങ്ങൾ വന്നു. ഈ ഇൻഡസ്ട്രിയലൈസേഷൻ കാരണം കുറേ മാറ്റങ്ങൾ വരുത്തി. ടെക്നോളജിയിൽ വ്യത്യാസം വന്നു. ഈവൻ എൻജിനീയറിങ്ങിലാണെങ്കിലും കുറേ ഡെവലപ്മെൻറ്റ്സ് വന്നു. അപ്പോൾ അന്നത്തെ മോഡേൺ കാർസാണ് ഇപ്പോൾ എൻ്റെ പുറകെ കാണുന്നത്. ഇതൊരു പഴയ ജഗ്വാറാണ്, ചെറുതായിട്ട് വരയ്ക്കാൻ നോക്കി. പിന്നെ നമുക്കിവിടെ ഒരു ട്രയംഫ് കാണാനുണ്ട്. അതിൻ്റെ പുറകിലൊരു സ്റ്റാൻഡേർഡിൻ്റെ വണ്ടി കാണാനുണ്ട്. ഇതിൻ്റെ ആ ഷേപ്പ് തന്നെ കണ്ടില്ലേ, ആ കേർവ്സൊക്കെ ഇങ്ങനെ വളഞ്ഞു പോണതാണ്. കുറച്ചും കൂടെ എസ്തെറ്റിക്സിനോട് അവർ കോൺസെൻട്രേറ്റ് ചെയ്തു. ഇവിടെ നമുക്കൊരു സിംഗറിൻ്റെ വണ്ടി കാണാനുണ്ട്. പിന്നെ നമുക്ക് ക്വീൻ മേരി 5ാമത്തെ ആളുടെ ഒരു വണ്ടിയുണ്ട്. ആളുടെ ഒറിജിനൽ വണ്ടി ഇവിടെയാണുള്ളത്. ഇതാണ് വണ്ടി. ഈ വണ്ടിയിൽ എന്ത് എൻജിനാണെന്ന് നിങ്ങൾക്കറിയാം? ഓക്കെ, തുടക്കത്തിൽ ഒരു V12 എൻജിനായിരുന്നു. ഐ എം നോട്ട് കിഡിങ്. ഇതാണ് V12 എൻജിൻ. ഒരു 1.5 എൻജിനാണ്. ഈ എൻജിന് എൻ്റെ അത്ര ഹൈറ്റ് ഉണ്ട്. പിന്നെ ഇവർ കുറച്ച് നാൾ ഇത് കഴിഞ്ഞിട്ട് യുദ്ധത്തിൻ്റെ സമയത്തൊക്കെ ഇത് മാറ്റിയിട്ട് വേറൊരു എൻജിൻ എടുത്തായിരുന്നു. V6 എൻജിൻ മാറ്റി വെച്ചായിരുന്നു. അപ്പോൾ അന്നും എൻജിൻ മാറ്റി വെക്കൽ പരിപാടി ഉണ്ടായിരുന്നു എന്ന് നമുക്കിതിൽ കൂടെ മനസ്സിലാക്കാമല്ലേ. നല്ല വലുപ്പമുണ്ട് വണ്ടിക്ക്. എൻ്റെ തല ഈ വിൻഡോൻ്റെ സില്ലിൻ്റെ അവിടം വരെയാണ് ശരിക്കുള്ള ഹൈറ്റ്. ഞാനൊരു മോട്ടോർ സൈക്കിൾ കാണിച്ചു തരാം. ഇത് നമ്മുടെ ആവേശത്തിൽ മറ്റേ ഫഹദ് ഫാസിൽ ഗിഫ്റ്റ് കൊടുക്കുന്ന മോട്ടോർ സൈക്കിളിൻ്റെ ഒരു ലുക്കുള്ള സെയിം കളറാണ്. പക്ഷേ ഇതൊരു ട്രയംഫാണ്, എൻഫീൽഡ് അല്ല. ഒരു 1943 മോഡലാണ്, മിലിറ്ററി മോട്ടോർ സൈക്കിളാണ്. അതാണ് ആ കളറ്, ആ ഒരു പ്രത്യേക ബ്ലൂ കളറിൽ. ഈവൻ ആ സിനിമയിലാണെങ്കിലും നമ്മൾ ആ ബൈക്കിൻ്റെ കളറിലാണ് ഇത്തിരി കൂടെ പവർ എടുക്കണം. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ വണ്ടി മോഡിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യം ഫ്രണ്ടിലത്തെ ഹെഡ്ലൈറ്റും ഒരു ടിൻ്റ് അടിക്കാനായിട്ട്. അപ്പോൾ ഇത്തിരി കൂടെ ഒരു സ്പോർട്ടി, ഒരു മിസ്റ്റീരിയസ് ലുക്കൊക്കെ വരും എന്നുള്ള ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യണത്. അത് പണ്ടും ചെയ്തുകൊണ്ടിരുന്നു. അന്ന് പക്ഷേ മിസ്റ്റീരിയസ് ലുക്കൊന്നല്ല. ഈ ലോകയുദ്ധ സമയത്തൊക്കെ ഈ എയർ സ്ട്രൈക്സ് അങ്ങനത്തെ ഇതുണ്ടാകുമ്പോൾ ഒറ്റ ലൈറ്റും കാണില്ല. ഈ ലൈറ്റ് കണ്ട അവിടെ ആളുണ്ടെന്നാണല്ലോ അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇവരെന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ജനലയിലൊക്കെ കർട്ടൻ ഇടും, വണ്ടി ഓടിക്കും, വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ഫുള്ള് ബ്ലാക്ക് കളറാക്കിയിട്ട് അതിൽ ചെറിയ സ്ലിറ്റ് ഉണ്ട്. അപ്പോൾ ഈ സ്ലിറ്റിൽ കൂടെ ഒരു ചെറിയ വെളിച്ചം മാത്രമേ വരുള്ളൂ. അതും കൂടുതൽ സമയം ഓഫായിരിക്കും. അത്ര ആവശ്യമുള്ളപ്പോൾ മാത്രമേ അവർ ഉപയോഗിക്കുകയുള്ളൂ. അപ്പോൾ അന്നും ഉണ്ടായിരുന്നു ഇങ്ങനത്തെ ടിൻറ്റ് ലൈറ്റൊക്കെ.
ഇതെല്ലാം കറക്കി കഴിഞ്ഞിട്ട് ഞാൻ ഇത്രയും വലിയൊരു സംഭവം ഇവിടെ ഉണ്ടായിട്ട് കാണിച്ചില്ലെങ്കിൽ വലിയ കുറ്റമായിരിക്കും. ഇത് ഡാംഗ്ലറിൻ്റെ ഒരു മിലിറ്ററി വെഹിക്കിളാണ്. നമുക്ക് അവിടെ കാണാൻ പറ്റും പീരങ്കി പോലത്തെ സിസ്റ്റം, എല്ലാവരും വെടിവെക്കാനൊക്കെ. പിന്നെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഈ ഇൻഡസ്ട്രിയലൈസേഷൻ സമയത്ത് ആളുങ്ങൾക്ക് യുദ്ധത്തിന് പോയിക്കൊണ്ടിരുന്നപ്പോൾ പെണ്ണുങ്ങളാണ് മെഷീനറിയൊക്കെ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അന്നും മെജോറിറ്റി ഈ ബർമിംഗ്ഹാം കവൻട്രിയിലുള്ള മിക്ക ഫാക്ടറിയിലും മെജോറിറ്റി ആയിട്ട് ആണുങ്ങളിലും കൂടുതൽ പെണ്ണുങ്ങളായിരുന്നു ഫാക്ടറിയിലൊക്കെ പണിയെടുത്തുകൊണ്ടിരുന്നത്. പിന്നെ ഇതേ ഇത്രയും വലിയൊരു ഫയർ ട്രക്ക്, ഇതാണ് പണ്ടത്തെ ഒരു ഫയർ ട്രക്ക്. ഈ ഫ്രണ്ട് എഞ്ചിൻ്റെ വരുന്നൊരു നീളം നോക്കി, നല്ല നീളമുണ്ട്. അന്നത്തെ എഞ്ചിൻസിന് നല്ല വലുപ്പമുണ്ടായിരുന്നല്ലോ. ഇതൊരു 1937 ഡെന്നിസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വണ്ടിയുടെ എഞ്ചിനാണ്. ഇതേ ഫയറിൻ്റെ ഹോസ് കാണാണ്ട് വലിയൊരു ലാഡറൊക്കെ കാണാനുണ്ട്. ഈ വണ്ടി പിന്നെ നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് 16 1936 മോഡൽ. ഇപ്പം എൻ്റെ പുറകെ കാണുന്നതാണ് ഹംബറിൻ്റെ സ്റ്റാഫ് കാർ. ഇത് ലോകയുദ്ധം അവസാനിക്കുന്ന സമയത്ത് ഈ വണ്ടി കൊണ്ടാണ് ഇത് കൊണ്ടുനടന്നത്. എന്താ പറയുക, നമ്മുടെ ലോകയുദ്ധം അവസാനിക്കുകയാണ്, നമ്മൾ ജയിച്ചു എന്നുള്ളൊരു വിക്ടറി കാറായിട്ട് കൊണ്ടുനടന്നു. ഈ ഒരു വലിയ വണ്ടി ഫുൾ മറ്റേ മിലിറ്ററി ബോഡി വർക്കാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. കുറേ ദൂരം ഓടിയിട്ടുണ്ട്. എനിക്ക് പറഞ്ഞാൽ 6 മാസത്തിനുള്ളിൽ 60,000 മൈൽസ് അത്രയും ഓടിയിട്ടുണ്ട്. ഫുൾ ജർമ്മനി കുറേ കറങ്ങി. ഈ കാലഘട്ടത്തിൽ ഓട്ടോമോട്ടീവ് ഡിസൈനിങ് അങ്ങനത്തെ പണിയൊക്കെ എങ്ങനെ ചെയ്തുകൊണ്ടിരുന്നതെന്ന് അറിയണ്ടേ. എനിക്കിതിനെക്കുറിച്ച് കുറച്ചറിയാം. എനിക്ക് ഓട്ടോമോട്ടീവ് ഡിസൈൻ പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അത് തന്നെ ഇത് നമ്മുടെ കുറേ സ്കെച്ചസ് ഒക്കെ കാണുന്നുണ്ട്, റെഫറൻസ് ഉണ്ട്, പ്രോട്ടോടൈപ്പ് ഉണ്ട്. പുറകിൽ നമ്മൾ സൂക്ഷിച്ച് നോക്കിയ ഒരു ക്ലേൻ്റെ ഒരു പീസ് കണ്ടോ? ഞാൻ അതൊന്ന് സൂം ചെയ്തിട്ട് വേറെ കാണിച്ചു തരാം. അതാണ് ക്ലേ മോഡൽ. ആ ക്ലേ മോഡൽ നമ്മളിങ്ങനെ ഉരച്ചാണ് ആ ഒരു ഷേപ്പിലേക്ക് സ്കൾപ്റ്റ് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് പിന്നെ അവസാനം നമ്മൾ ആദ്യം തടി കൊണ്ടൊക്കെയാണ് പണ്ട് ഉണ്ടാക്കിയിട്ടിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് മെറ്റൽ ഉണ്ടാക്കുന്നത്. മെറ്റൽ നല്ല എക്സ്പെൻസീവ് മെറ്റീരിയലായ കാരണം ഇപ്പോൾ ഒക്കെ മെറ്റൽ വെച്ചിട്ട് തന്നെയാണ് പ്രോട്ടോടൈപ്സ് ഒക്കെ ഉണ്ടാക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ അന്നത്തെ മോഡേൺ വണ്ടികളായിരുന്നു അത്. ഇപ്പം നമുക്ക് ഒരു ഫെരാരിയൊക്കെ കാണുന്ന പവറായിരുന്നു അന്നത്തെ ഒരു ട്രയംഫ് അല്ലെങ്കിൽ ഒരു ജാഗ്വാറിന് കാണാനായിട്ട്. സോ അന്നത്തെ കാലഘട്ടത്തിൽ അവർ വളരെ മുന്നിലേക്ക് ചിന്തിച്ചിരുന്നവരായിരുന്നു. ആ പുറകെ കാണുന്നതാണ് നമ്മുടെ ക്ലേ മോഡല്. ഇതൊരു 1948 സ്റ്റാൻഡേർഡ് വാൻഗാർഡാണ്. ഇപ്പം നമ്മൾ കണ്ട ക്ലേ മോഡലും ഈ കാണുന്ന സ്കെച്ചൊക്കെ ഇതേ വണ്ടിയുടെയാണ്. നേരത്തെ കാണിച്ച ഡിസൈനറാണ് ഈ വണ്ടി ഉണ്ടാക്കിയതും. ഇനി നമുക്ക് കാണാൻ പറ്റും ഈ വണ്ടികളൊക്കെ പിന്നെയും നമ്മൾ റോഡിലിപ്പോൾ കാണാറുള്ള വണ്ടികളാണ്. ഇത് 1950 തൊട്ട് വണ്ടികളൊക്കെ ഇത്രയും കൂടെ കൺസിസ്റ്റൻ്റായി. അതാണ് നമ്മുടെ അംബാസഡറൊക്കെ ഈ ഒരു ഏറയിലുണ്ടായിരുന്ന വണ്ടിയായിരുന്നു. ഒരു 1950 മുതൽ തുടങ്ങിയ വണ്ടിയായിരുന്നു. പിന്നെ എക്സ്പോർട്ടിലേക്കും തുടങ്ങി. അതാണ് കുറേ വണ്ടികൾ ഇതിൽ കാണുന്നത് നമ്മുടെ നാട്ടിലും എത്തിയിട്ടുള്ളതിൻ്റെ കാരണം അതാണ്. ട്രയംഫ്, BSA. ഈ വണ്ടി നമുക്ക് സൈഡിൽ നിന്ന് കണ്ടാൽ പെട്ടെന്ന് ഒരു പോർഷ് എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഇത് പോർഷ് അല്ല, ഇതൊരു ട്രയംഫിൻ്റെ GT6 MK3 മോഡലാണ്. ഇതും വേറൊരു ട്രയംഫിൻ്റെ മോഡൽ. ബാക്കിലൊരു BSAയുടെ ഒരു ബാൻറ്റും കാണാനുണ്ട്. ഇതും ട്രയംഫിൻ്റെയാണ്. 1950 കഴിഞ്ഞിട്ട് പിന്നെ ട്രയംഫ് അല്ലെങ്കിൽ കൗണ്ടറിങ്ങിനുള്ള വണ്ടികൾക്ക് ഫുൾ ഫ്ലോയിലാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇപ്പം എൻ്റെ പുറകെ കാണുന്ന ഒരു ഹെറാൾഡാണ് പഴയത്. ഇതൊരു ഡൈസെക്റ്റഡ് മോഡലാണ്. ഇതിൻ്റെ ഉള്ളിലുള്ള ഫുൾ പാർട്സൊക്കെ കാണാൻ പറ്റാം. അത്യാവശ്യം ഷോക്ക് അബ്സോർവർ, സ്റ്റിയറിംഗ് ബാക്ക്, ഡിസ്ട്രിബ്യൂട്ടർ, ഇത് വേറൊരു ഇത് വെച്ചിട്ടുണ്ട്. ഇത് കാണാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ ഇലക്ട്രിക്കൽസും മെക്കാനിക്കൽസും ഒക്കെ വർക്ക് ആവണത്. വേറെ നമുക്ക് പഴയ എസ്റ്റേറ്റ് കാണാനുണ്ട്. പിന്നെ ടൈഗർ കപ്പ് കാണാനുണ്ട്, ടൈഗ്രസ് ഉണ്ട്. ഇതൊക്കെ വേറെ ട്രയംഫിൻ്റെ മോഡൽസാണ്. ഇതൊരു 74 മോഡൽ റോവറാണ്. ഇതിന് അന്നുണ്ടായിരുന്ന ഒരു 2200 cc. എനിക്ക് അങ്ങനെ റോവറിൻ്റെ സലോൺ കാർസ് കുറച്ച് നാളേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് പെട്ടെന്നാണ് അവർ SUVസിലേക്ക് തന്നെ തിരിച്ചു പോയത്. ഇത് ഉണ്ടാക്കിയ ഫാക്ടറിയാണ് സൊളിഹുള്ള. അവിടെയാണ് ഇപ്പോഴും റേഞ്ച് റോവറിൻ്റെ ഒക്കെ ഫാക്ടറി നിൽക്കുന്നതും. ഇപ്പം ഞാനിരിക്കുന്നത് ഒരു 2024 ലണ്ടൻ ടാക്സി കമ്പനിയുടെ ഒരു വണ്ടിയിലാണ്. ഇപ്പോൾ ഫുൾ ഇലക്ട്രിക് ആണ്. ഇത് 1946 മുതൽ ലണ്ടൻ ടാക്സി കമ്പനി ടാക്സികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. ഇതൊരു 2024 മോഡൽ വണ്ടിയാണെങ്കിലും കണ്ടാലും അന്നത്തെ ഒരു 1946ൻ്റെ ഒരു പ്രൊപ്പോർഷൻസും ഈസ്തറ്റിക്സും വെച്ചിട്ടാണ് ഇവർ ഉണ്ടാക്കാൻ നോക്കിയിരിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും സിഗ്നേച്ചർ എന്ന് വെച്ചാൽ ആ ഫ്രണ്ടിലത്തെ ഗ്രില്ലും ആ 2 റൗണ്ട് ലൈറ്റ് റിമ്പ് കാണുകയാണെങ്കിലും മറ്റേ റൗണ്ട് റിംസ് ആണുള്ളത്. അതാണ് ആ ഒരു ടാക്സിയുടെ ഒരു പ്രത്യേകത. എല്ലാ പഴയ ഒരു എന്താ പറയുക ലണ്ടനിലാണെന്നുള്ള ഒരു സിനിമയിലൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നതിൻ്റെ ഒരു ഐഡൻറ്റിറ്റിയാണ്. ഈ സിറ്റിയുടെ ഒരു ഐഡൻറ്റിറ്റി എന്ന് തന്നെയാണ് പറയണം ഈ വണ്ടി.
കവൻട്രി ട്രാൻസ്പോർട്ട് മ്യൂസിയത്തിൽ ഇതുവരെ കണ്ടതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ആണിത്. ഇവിടെ കുറേ ഒരു വെറൈറ്റി ഓഫ് കാർസ് ഉണ്ട്. ആദ്യം നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ട്രയംഫിൻ്റെ ഒരു പോലീസ് കാറുണ്ട്, പിന്നെ ഒരു പോലീസ് വാൻ, അതുപോലെ അന്നത്തെ ഉപയോഗിച്ചിരുന്ന പോലീസിൻ്റെ ഹാറ്റ്. ആൽക്കഹോൾ കുടിച്ചാൽ എത്ര ലെവൽ ബ്ലഡിലുണ്ടെന്ന് കണ്ടുപിടിക്കാനുള്ള നമ്മുടെ നാട്ടിലൊക്കെ ഊതാറില്ല, ആ ഒരു മെഷീൻ്റെ പണ്ടത്തെ ഒരു ഡിസൈനാണ് അവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് പണ്ടത്തെ ബസ് കാണാനുണ്ട്, നമ്മുടെ ട്രാൻസ്പോർട്ട് ബസ്സുകൾ. ഇതൊരു വേറെ ഫയർ ട്രക്കാണ്, നമ്മുടെ മിലിറ്ററി വണ്ടി. ഞാൻ വേറെ കുറേ വണ്ടികൾ അതിൻ്റെ ഇടയിൽ മിസ്സായിട്ടുണ്ട്. ഇവിടെ വേറെ ഒരു ഫയർ ട്രക്കൊക്കെ കാണാനുണ്ട്. സിറ്റി വീൽസ് എന്ന് പറഞ്ഞിട്ട് ഇലക്ട്രിക് കാറാണ് 1987 ഉണ്ടാക്കിയത്. പിന്നെ നമ്മുടെ സ്റ്റാൻഡേർഡ് മിനി കൂപ്പർ 1960 മോഡൽ ഇവിടെ കാണാനുണ്ട്. ഇവിടെ ഇഷ്ടംപോലെ വണ്ടികളുണ്ട്. അവിടെ പഴയ വണ്ടികളുണ്ട്, അതിൻ്റെ ക്രോസ് സെക്ഷൻ, അതിൻ്റെ അടിയിൽ ഫുൾ എഞ്ചിൻ്റെ ട്രാൻസ്മിഷൻ്റെ ഒക്കെ പാർട്സ് ഒക്കെ കാണാനുണ്ട്. ഹലോ, എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാനിപ്പോൾ 1 വർഷം കഴിഞ്ഞിട്ട് എഡിറ്റ് ചെയ്യാനായിട്ട് കുറച്ച് മോട്ടിവേഷൻ തോന്നിയപ്പോൾ ചെയ്തപ്പോഴാണ് മനസ്സിലാക്കിയത് ഔട്ട്രോ ഉണ്ടായിരുന്നില്ല എന്ന്. അപ്പോൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻസിൽ പറയൂ. ഐ വുഡ് ഡെഫിനറ്റ്ലി കീപ് ദോസ് ഇൻ കൺസിഡറേഷൻ. ഇത്രയും വരെ വീഡിയോ കണ്ടതിൽ ഭയങ്കര സന്തോഷം. സെൻഡിങ് ലോട്ട്സ് ഓഫ് ലവ്. ബൈ. cheers.